ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എക്സ്പ്രസ് വേൾഡ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞാനിവിടെ ഒരു പുതിയ വീഡിയോയുമായി വന്നിട്ടുള്ളത് 10 മണി ചെടിയെക്കുറിച്ചാണ്, അഥവാ ടേബിൾ റോസ് മോസ് റോസ് കളക്ഷൻ. ഈ ലോക്ക്ഡൗൺ കാലത്ത് എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ഒന്നാണ് ഒരു കൊച്ചു ഗാർഡൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകുമല്ലേ ഒരുപാട് പരിചരണം കൊടുത്ത് ഉണ്ടാക്കിയെടുത്തതാണെന്ന്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. മറ്റു ചെടികളെ അപേക്ഷിച്ച് 10 മണി ചെടിക്ക് പരിചരണം കുറവാണ്. നമ്മൾ വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാവുന്ന ഒന്നാണ് 10 മണി ചെടികൾ. ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ വീട്ടിലെ 10 മണി കളക്ഷൻ. ഈ ചെടികളെല്ലാം 1-1.5 മാസം വളർച്ച എത്തിയ ചെടികളാണ്. ഈ 10 മണി ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ നിങ്ങൾ നന്നായി വെയിലുള്ള സ്ഥലത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇത് കണ്ടില്ലേ, ഞാൻ 1 മാസം മുമ്പ് ചട്ടിയിൽ നട്ടുപിടിപ്പിച്ച ടേബിൾ റോസാണ്, അഥവാ 10 മണി ചെടികൾ നന്നായി വളർന്നിട്ടുണ്ട്. നമുക്ക് വെറും 1 മാസം കൊണ്ട് ഇതുപോലത്തെ ടേബിൾ റോസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് ടേബിൾ റോസ് തണ്ടുകൾ പല പല കളറുകളായി പൊട്ടിച്ചെടുക്കുകയാണ്. ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ പൂവോ മൊട്ടോ ഇല്ലാത്തത് നോക്കി പൊട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ഇത്രയും തണ്ടുകളാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വലിയ തണ്ടുകളായതുകൊണ്ട് തന്നെ ഞാനൊന്ന് സെൻറ്ററിലൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു ചെടിച്ചട്ടിയിലോട്ട് നട്ടുപിടിപ്പിക്കാം. അതിനായി ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ മണ്ണും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചാണകപ്പൊടിയും. ഇനി മണ്ണിലോട്ട് ചാണകപ്പൊടി കുറേശ്ശെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഞാനിതിലോട്ട് ചകിരിച്ചോറോ മണലോ ഒന്നും തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല. വെറും മണ്ണും ചാണകപ്പൊടിയും മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ മിക്സ് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചാണകപ്പൊടി ഇല്ലെങ്കിൽ വെറും മണ്ണിൽ തന്നെ നമ്മുടെ 10 മണി ചെടികൾ നന്നായിട്ടുണ്ടാവും കേട്ടോ. ചാണകപ്പൊടിയും മണ്ണും വെച്ച് ചെയ്ത ഒന്നുകൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ നമുക്ക് കിട്ടും. ഇതിനാണ് ഈ മണ്ണിലോട്ട് ചാണകപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ തണ്ടുകളെല്ലാം ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. എല്ലാ തണ്ടുകളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്ക് ഹോളിലൂടെ പോരുന്ന രീതിയിൽ ഒരുപാട് അങ്ങാവരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ കാണുന്ന ചട്ടിയിലെ ചെടികൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തെടുത്തതാണ്. പെട്ടെന്ന് നട്ടുപിടിപ്പിക്കാവുന്ന ഒന്നാണ് കേട്ടോ ഈ 10 മണി ചെടികൾ. പെട്ടെന്ന് വളരുകയും ചെയ്യും. ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ 1 മാസം മുമ്പ് ചെയ്തു വെച്ച 10 മണി ചെടികൾ. നന്നായിട്ട് തന്നെ ഹെൽത്തി ആയി വളർന്നു വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളെ വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസുമായി വരുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ.